നമ്മളങ്ങനെ കൃപാസന മാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന നിങ്ങൾ ഭക്തിയോട് കൂടുതലും പങ്കെടുക്കുക. മറ്റൊരു കാര്യം, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃപാസന മാതാവിനോട് നിങ്ങൾ ഏറ്റുപറയുക. ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം നിങ്ങൾ കൃപാസനോട് മാതാവിനോട് ഏറ്റുപറഞ്ഞിരിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചിരിക്കണം. പിന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയ്ക്ക് ഇടുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റേ ഉള്ളൂ ഒരു ദിവസം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് കൃപാസന മാതാവിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അത് എത്ര കഠിനമായ ദുരന്തത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും, എത്ര സങ്കടത്തിലാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും എല്ലാം തന്നെ മാറിപ്പോവാനായിട്ട് കൃപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ എല്ലാ ദിവസവും പങ്കെടുക്കുവാനായിട്ട് ഒരു കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണം. 10-15 മിനിറ്റ്, ഇല്ല 5-10 മിനിറ്റ് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അതുപോലും മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഒരാവശ്യത്തിന് മാത്രം ഓടി വരുന്ന ഒരാളായി മാറാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കുക. പ്രഭാത പ്രാർത്ഥന നമുക്ക് തുടരാം. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതൽ സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടവും പ്രപഞ്ചപ്രകടയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണനായി പ്രപഞ്ച പ്രവൃത്തി എന്ന തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജവമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടെ ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങൾ നിങ്ങളുടെ നിയോഗം പറയുക. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കൃപാസന മാതാവിനോട് ഈ സമയത്ത് പറയുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അമ്മയുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യും, ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെ അമ്മേ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും അമ്മ വിടുവിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന് മുമ്പോടി സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ 3 നാൾ ഉയർത്തും സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സൗരമണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവ്വസ്നായുടെ പിതാവേ, ഞങ്ങളുടെ നാം ഭൂഷിതമേ, രാജ്യം വരണമേ, സർവ്വത്തിലെ പ്രഭൂമിയിലുമാണെന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയങ്ങളോട് ഞാൻ ക്ഷയിക്കുന്നു പോലെ അടുത്തിട്ട് ഞങ്ങളുടെ വിഷയമാണ് പുറന്തരത്തിലന്മേഷണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമേ. തമ്പുരാൻ്റെ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമേ. തമ്പുരാൻ്റെ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമേ. തമ്പുരാൻ്റെ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമ്പോൾ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമ്പോൾ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമ്പോൾ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. നന്മാർ ഞങ്ങളുടെ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. ദുരിതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിശുദ്ധ പറയുമ്പോൾ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നയിക്കുക. ആമേൻ. എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ.